നമസ്കാരം. അസർബൈജാൻ എയർലൈൻസിന്റെ വിമാനം കസാഖിസ്ഥാനിൽ തകർന്നു വീണ് 38 പേർ മരിച്ച അപകടത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾക്ക് സാക്ഷിയായി മലയാളി. കാഞ്ഞിരപ്പള്ളി മണിമല സ്വദേശി ജിൻസ് മഞ്ഞക്കൽ ജോലി ചെയ്യുന്ന ഹോട്ടലിന് സമീപമാണ് വിമാനം തകർന്നു വീണത്. ജോലി സ്ഥലത്തേക്ക് വാഹനത്തിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായതെന്ന് ജിൻസ് പറഞ്ഞു. അപകടത്തിന് മുൻപ് വിമാനം ലാൻഡ് ചെയ്യാൻ പലതവണ ശ്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നിലത്ത് ഇടിച്ചിറങ്ങി വിമാനം അഗ്നിഗോളമായി മാറുകയായിരുന്നു. കൂടെയുള്ള ആളാണ് വിമാനം താഴേക്ക് പതിക്കുന്നത് ആദ്യം കണ്ടത്. ഉഗ്രശബ്ദം കേട്ടതോടെ വാഹനം നിർത്തി ജിൻസും കൂടെയുള്ളയാളും അപകട സ്ഥലത്തേക്ക് ഓടി. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കണ്ടു. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി നിയന്ത്രണം ഏറ്റെടുത്തതിനാൽ വളരെ അടുത്തേക്ക് പോകാനായില്ല. അക്തവ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനാണ് വിമാനം എത്തിയത്. വിമാനത്താവളത്തിന് 30 കിലോമീറ്റർ അകലെ കടൽ തീരത്തായാണ് വിമാനം ലാൻഡ് ചെയ്തതും തകർന്നതും. കടലിൽ വീണിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും ജിൻസ് പറഞ്ഞു. കാസ്പിയൻ കടലിന്റെ തീരത്ത് വളരെ വേഗം വളരുന്ന ചെറുപട്ടണമായ അൽ ഷുക്കൂർ എന്ന സ്ഥലത്താണ് അപകടം നടന്നത്. കടലിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് വിമാനം വീണത്. എമർജൻസി ലാൻഡിങ്ങിന് പൈലറ്റ് അനുമതി തേടിയെങ്കിലും വൈകിയതായി പ്രദേശവാസികൾ പറയുന്നുണ്ടെന്ന് ജിൻസ് പറഞ്ഞു. അക്തവിൽ മലയാളികൾ വളരെ കുറവാണ്. ജിൻസിന്റെ കുടുംബം കോവിഡ് സമയത്ത് നാട്ടിലേക്ക് വന്നു. അപകടം നടന്ന ശേഷം രക്തം നൽകുന്നതിനടക്കം ആശുപത്രിയിലേക്ക് പോയതായി ജിൻസ് പറയുന്നു. ബഗുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നത്. 67 യാത്രക്കാരും 5 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. 38 പേർ മരിച്ചതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. 29 പേരെ രക്ഷപ്പെടുത്തി. വിമാനത്താവളത്തിന് സമീപമാണ് അപകടം നടന്നത്. കനത്ത മൂടൽമഞ്ഞ് കാരണം വിമാനം അക്തവ് വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീഴുകയായിരുന്നുവെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. എന്നാൽ വിമാനം വെടിവെച്ചിട്ടതാകാനുള്ള സാധ്യതകളിലേക്കാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വിരൽ ചൂണ്ടുന്നത്. വിമാനം റഷ്യയോ യുക്രൈനോ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാകാമെന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. ശത്രു രാജ്യത്തിന്റെ ഡ്രോൺ ആണെന്ന് കരുതി വെടിവെച്ചിട്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തകർന്നു വീണ വിമാനത്തിൽ വെടിയുണ്ടകളുടേതിന് സമാനമായ പാടുകൾ കണ്ടെത്തിയെന്നാണ് സൂചന. യുക്രൈനിയൻ ഡ്രോൺ ആണെന്ന് തെറ്റിദ്ധരിച്ച് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇത് തകർത്തതാകാമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് പൈലറ്റ് അക്തവിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് റഷ്യയുടെ വ്യോമയാന നിരീക്ഷണ വിഭാഗം അറിയിച്ചു. 2014 ആംസ്റ്റർഡാമിൽ നിന്നും ക്വാലാലംപൂരിലേക്കുള്ള യാത്രാമധ്യേ കിഴക്കൻ യുക്രൈനിൽ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് MH17 തകർന്നു വീണിരുന്നു. വിമാനം വെടിവെച്ചിട്ടതാണെന്ന് പിന്നീട് വ്യക്തമായി. കസാഖിസ്ഥാനിൽ തകർന്നു വീണ വിമാനത്തിന്റെ പിൻഭാഗത്തെ ഫ്യൂസലേജിൽ നിന്ന് അന്ന് മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ കണ്ടതിന് സമാനമായ പാടുകളാണ് കണ്ടെത്തിയതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. 67 യാത്രക്കാരുമായി അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പോകുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനമാണ് തകർന്നു വീണത്. അപകടത്തിൽപ്പെട്ട 29 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതിൽ 11 പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട്.